നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ്. ജ്യോതിഷ യോഗങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗങ്ങളാണ്. 4 ഗ്രഹങ്ങൾ പരസ്പരമുള്ള യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ 4 യോഗങ്ങളിലെ ഗ്രഹങ്ങൾ ആരൊക്കെയാണ്? സൂര്യൻ, ചൊവ്വ, ബുധൻ, ശനി. ഈ 4 ഗ്രഹങ്ങളുടെ യോഗം എപ്രകാരമുണ്ടെന്ന് നമുക്ക് പരിശോധിക്കണം. അത്ര നല്ല ഒരു യോഗമായി കല്യാണവർമാവ് സാരാവലിയിൽ ഈ യോഗത്തെ വിശേഷിപ്പിക്കുന്നില്ല. മാതൃപിതൃ വിപ്രയുക്തോ ധനസൗഖ്യ വിവർജിതോ ഭ്രമണശീല ഭിക്ഷാശനോപ്യനൃതവാക് രവീന്ദ്ര സൗമ്യാർക്കഭിർനിയതും. ഇവിടെ ചതുർഗ്രഹയോഗത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശനി ഞാൻ സൂചിപ്പിച്ചു. അത്ര നല്ല ഒരു യോഗമായി കല്യാണവർമാവ് ഈ യോഗത്തെ കണക്കാക്കുന്നില്ല, നമുക്ക് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വ്യക്തി മാതാപിതാക്കളോട് വേർപെട്ടിരിക്കുന്നവനായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ അച്ഛനെയും അമ്മയും പിരിഞ്ഞിരിക്കുക. പലപ്പോഴും കുടുംബകലഹങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും അത് കാരണം തൻ്റെ മാതാപിതാക്കളോട് കൂടെ ജീവിക്കുവാനുള്ള യോഗം വളരെയധികം കുറഞ്ഞ വ്യക്തിയായിരിക്കും ഇദ്ദേഹം. ധനസൗഖ്യ വിവർജിത, ധനവും ജീവിത സുഖങ്ങളും ത്യജിക്കപ്പെട്ടവനായിരിക്കാം. സാമ്പത്തികമായ വിഷയങ്ങൾക്ക് അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും. അപ്രകാരം തന്നെ സുഖവും വളരെയധികം കുറവായിരിക്കും. ജീവിത സുഖങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുന്ന വ്യക്തിയുമായിരിക്കും. എപ്പോഴും ഭ്രമണശീലൻ, കറങ്ങി നടക്കുന്ന സ്വഭാവമാണ്. അതിനാൽ ഒരു കാര്യത്തിനും പൂർണ്ണതയുണ്ടാകില്ല. ജോലിയിലായാലും മറ്റേത് വിഷയത്തിലായാലും കറങ്ങി സഞ്ചരിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും ലൈഫിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകില്ല എന്ന് ചുരുക്കം. അതുമാത്രമല്ല, ഇദ്ദേഹം എപ്പോഴും അസത്യം പറയുന്ന വ്യക്തിയുമായിരിക്കും. സത്യസന്ധത ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും. ഭിക്ഷാശനഃ, പലപ്പോഴും ഭിക്ഷയെടുത്ത് മറ്റുള്ളവരോട് യാചിച്ച് തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു മോശപ്പെട്ട അവസ്ഥ ഈ വ്യക്തിക്കുണ്ടാകുമെന്നാണ് ഇവിടെ ആചാര്യൻ വിശദീകരിക്കുന്നത്. നല്ല ഒരു യോഗമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ യോഗമുണ്ടെങ്കിൽ പലപ്പോഴും കേമദ്രുമയോഗം, ദാരിദ്ര്യയോഗമൊക്കെ വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നമസ്തേ.